ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് എസ് എൻ യൂണിവേഴ്സിറ്റിയുടെ ഷോർട്ട് സ്റ്റോറീസിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് കടക്കാൻ പോവുകയാണ്. ഷോർട്ട് സ്റ്റോറീസിൽ ഇത് മൂന്നാമത്തെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമുക്ക് വളരെ വേഗത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ടു പോകാം. കോഴ്സ് കോഡ് M24AR06DC, പ്രോഗ്രാം അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സെമസ്റ്റർ 2. ഓക്കെ, ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പാഠഭാഗത്ത് വരുന്ന ലിസ്റ്റ് ഓഫ് ബ്ലോക്സ് നോക്കുകയാണെങ്കിൽ 4 എണ്ണമുണ്ട്. അതിൽ മൂന്നാമത്തതിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. സെലക്റ്റഡ് ഷോർട്ട് സ്റ്റോറീസ് ഫ്രം ദ ഏർലി പീരീഡ്. ഇതിൽ മൂന്നാമത്തെ കഥയാണ് നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞു. കുർബുൽ മദ്ഖൽ അഥവാ നിയർ ടു ദ എൻട്രൻസ്. ത്വാലിബുർ റിഫായിയുടെ അല്ലെങ്കിൽ റിഫായിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഈ കഥ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ വല്ലാതെ വണ്ടർ അടിച്ചു പോവുകയാണ്. കാര്യം, ആരാണ് ഈ കഥകളൊക്കെ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നാലോചിച്ചിട്ട്. ഓരോ കഥയും ഒന്നിനൊന്ന് മികച്ചതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കഥകൾ വായിച്ചു പോകുമ്പോൾ മനുഷ്യൻ്റെ വളരെ ഡാർക്കിഷായിട്ടുള്ള, വളരെ ഇരുണ്ട, വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, ഏകാന്തമായ മാനസികാവസ്ഥകളെ തൊട്ട് തലോടുന്ന വിധത്തിലുള്ള കഥകളാണ് ഓരോന്നും. നമ്മൾ ആദ്യം വായിച്ചു അദ്ദഫീനു സഗീർ. ഒരു പിതാവ് അയാളുടെ മക്കൾ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു പോവുകയും ആ കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൊണ്ട് കബറടക്കേണ്ടി വരികയും ചെയ്യുന്ന ഹതഭാഗ്യനായ ഒരു പിതാവിനെ നമ്മൾ കണ്ടു. അടുത്ത കഥയിൽ ജീവിതമാകെ താളം തെറ്റിപ്പോയ, സ്ക്രൂ ഇളകിപ്പോയ ഒരു മനുഷ്യൻ, സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ പരാധീനതയുള്ള ഒരാൾ. അയാളുടെ കുടുംബത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആധിക്യം. അങ്ങനെ തുടങ്ങി പോകുന്ന ഒരു വല്ലാത്തൊരു വ്യഥ. ഇത് മൂന്നാമത്തൊരു കഥയാണ്. ഇത് വളരെ വ്യത്യസ്തമാണ്, എന്നാൽ വളരെ ഹാർട്ട് ടച്ചിങ്ങുമാണ്. ഞാൻ ആ കഥ ആദ്യം മലയാളത്തിലൊന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഒരു ഓഫീസ് മുറിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിനകത്ത് ഒരു മാനേജർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം സ്റ്റാഫ് അഫയേഴ്സ് മാനേജറാണ്. അഥവാ ഓരോ ജീവനക്കാരുടെയും അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യാൻ നിയമിതനായ ഒരു മാനേജർ. പക്ഷേ അതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു മുഖഭാവമാണ് അയാൾക്കുള്ളത്. വളരെ ഷാർപ്പാണ്, വളരെ സീരിയസ് ആണ്, ആളുകൾക്കധികം മുഖം കൊടുക്കാത്ത ഒരു പ്രകൃതം. അതിന് അദ്ദേഹത്തിന് പ്രത്യേക തിയറിയൊക്കെ ഉണ്ട്. ഈ താഴ്ന്ന നിലവാരത്തിലുള്ള ജോലിക്കാരുമായിട്ട് അധികം സമയം ചെലവഴിച്ചാൽ, അവർക്ക് മുഖം കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ അതൊരു താളമാക്കി കണ്ട് അവർ കൂടുതൽ അവകാശം അല്ലെങ്കിൽ കൂടുതൽ അധികാരം കാണിക്കാൻ തുടങ്ങും. അവർ പലതും പിടിച്ചു പറ്റാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനും തുടങ്ങും. അത് വലിയ തലവേദനയാകും എന്ന് കരുതുന്നൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തൻ്റെ സബോർഡിനൻസിനോടൊന്നും അദ്ദേഹത്തിന് ഒരു മമതയും കാണിക്കാൻ കഴിയാറില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്നും പതിവ് പോലെ അയാളുടെ ക്യാബിനിലേക്ക് ചായയും കൊണ്ടുവരുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ. പതിവായി അദ്ദേഹം ചായ മേശപ്പുറത്ത് വെച്ചിട്ട് അനക്കമില്ലാതെ വളരെ നിശബ്ദതയോടുകൂടി പുറത്തേക്ക് ഇറങ്ങി പോകാറാണ് പതിവ്. അയാൾ അവിടെ പണിയെടുക്കുന്ന കാര്യം അല്ലെങ്കിൽ അടുത്തൂടെ നടന്നു പോകുന്ന കാര്യം പോലും മറ്റാർക്കും അറിയാൻ കഴിയില്ല. അത്രയും നിശബ്ദനായ, കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആ വൃദ്ധൻ. പക്ഷേ ഇന്ന് പതിവിന് വിരുദ്ധമായി ചായ മേശപ്പുറത്ത് വെച്ചിട്ടും അയാൾ പുറത്തു പോകാൻ തുനിയുന്നില്ല. മാനേജറുടെ കാര്യമാകട്ടെ, അദ്ദേഹം ഇന്ന് പതിവില്ലാത്ത വിധം വെപ്രാളത്തിലാണ്. ഒരു വലിയ ബോർഡ് മീറ്റിംഗ് അപ്പുറത്ത് നടക്കാനിരിക്കുന്നുണ്ട്. പുതിയ ജനറൽ മാനേജർ വന്നിട്ടുണ്ട്. ആ മാനേജറും ഇദ്ദേഹവും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയില്ല. അതിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു മൂഡിൽ നിൽക്കുമ്പോഴാണ് ഈ വൃദ്ധനായ അറ്റൻഡർ പതിവില്ലാത്ത വിധം റൂമിനകത്ത് തന്നെ തങ്ങി നിൽക്കുന്നത്. ഇത് ഇയാൾക്ക് ഒരല്പം നീരസമുണ്ടാക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് മുഖത്ത് നോക്കാതെ ഇയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ വൃദ്ധൻ പതിയെ പറഞ്ഞു തുടങ്ങുന്നത്, സർ, എൻ്റെ മകൻ, അത്രേ പറയുന്നുള്ളൂ, ബാക്കി പറയുന്നില്ല. പിന്നെ ഒരു ഇടവേളയാണ്. അപ്പോൾ ഇയാൾ തലയുയർത്ത് നോക്കി, ഇതെന്താ പറയാനുള്ളത്, വേഗം പറയട്ടെ എന്ന മട്ടിൽ മുഖത്ത് നോക്കി. അപ്പോഴും അയാൾ പറയുന്നത്, എൻ്റെ മകൻ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്, ബാക്കി പോരട്ടെ എന്ന മട്ടിൽ ഇയാൾ ഇവിടെ ഇരിക്കുകയാണ്. അവൻ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്, മിടുക്കനാണ്, ആരോട് ചോദിച്ചാലും നല്ലതേ പറയാനുള്ളൂ. ഓക്കെ, കം ടു ദ പോയിൻ്റ്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന മട്ടിൽ മാനേജർ പിന്നെയും അക്ഷമനായിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുകയാണ്, പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിച്ച് ആദ്യം മുതൽക്ക് തന്നെ ആ സെൻറ്റൻസ് തുടങ്ങിയിട്ട് പിന്നെയും പറയുകയാണ്, അവന് 2ാം വർഷത്തേക്കുള്ള ഫീസൊക്കെ ഞാൻ ഒടുക്കിയിട്ടുണ്ട്. അപ്പോഴും എന്താണ് വിഷയം എന്ന് മനസ്സിലാവണില്ല. ആ ഫീസ് അടക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്, ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് അവന് ഫീസൊക്കെ കൊടുത്തിരുന്നത്. അവൻ വളരെ മിടുക്കനാണ്. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. അപ്പോൾ അക്ഷമനായിട്ട് മാനേജർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറയൂ.
അല്ലാതെ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നിട്ട് എന്ത് കാര്യം, പൂർത്തിയാക്ക് എന്ന് പറഞ്ഞു. അല്ല, അവനെക്കുറിച്ച് ആർക്കും നല്ലതേ പറയാനുള്ളൂ, അവൻ മിടുക്കനാണ്, സമർത്ഥനാണ്, അവന് ഫീസൊക്കെ ഞാൻ അടച്ചതാണ് എന്നിങ്ങനെ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മാനേജർക്കാണെങ്കിൽ അടിമുടി ക്ഷമ നശിക്കുകയാണ്. പുറത്ത് മീറ്റിങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അവിടെ കടന്നു ചെല്ലുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറേ പണികളുണ്ട്. ജനറൽ മാനേജർക്ക് മുന്നിൽ ഇയാൾക്ക് കുറേ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. മൊത്തത്തിൽ വെപ്രാളത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ വൃദ്ധൻ്റെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ ഇടയിൽ നല്ല നിശബ്ദതയൊക്കെ ആയിട്ട് ഇങ്ങനെ പതിയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുദീറിൻ്റെ മുഖഭാവങ്ങൾ കണ്ടിട്ട് ആ വൃദ്ധന് വല്ലാത്തൊരു അവസ്ഥയായി. അയാൾ പറഞ്ഞു, സാറിന് സമയമില്ലെങ്കിൽ ഞാൻ പിന്നെ വന്നോളാം. വേണ്ട വേണ്ട, ഇപ്പം തന്നെ പറഞ്ഞ് തീർത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും അയാൾ ഇത് തന്നെ ആവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ മാനേജർക്ക് തോന്നി, ഒരു പക്ഷേ മകൻ്റെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടിയിട്ട് വല്ല തുട്ടും ആഗ്രഹിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയേക്കാം. അയാൾ ഉടനെ പോക്കറ്റിൽ കൈയിട്ടു. അതിനകത്ത് കുറച്ച് കറൻസികളുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം മനസ്സിൽ കാണുവാണ്, ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മറ്റെല്ലാ ജീവനക്കാരുടെ അടുത്തും ഇയാൾ പിരിച്ചിട്ടുണ്ടാകും പൈസ. അതുകൊണ്ട് 10 ദീനാറൊന്നും കൊടുക്കേണ്ട, ഒരു 5 ദീനാർ കൊടുത്ത് ഒഴിവാക്കിയേക്കാം എന്ന് കരുതി ഇയാൾ ഈ കറൻസി എടുത്ത് ആ മനുഷ്യൻ നേരെ നീട്ടി. അത് കാണേണ്ട താമസം ആ വൃദ്ധൻ വളരെ പെട്ടെന്ന് പിറകോട്ടേക്ക് നീങ്ങി, അതെനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട്. ഇതുകൂടെ കണ്ടപ്പോൾ മാനേജറുടെ ശുണ്ഠി മൂർധന്യാവസ്ഥയിലെത്തി. എന്തൊരു ധിക്കാരം! ഒരു മര്യാദയില്ലാത്ത പിച്ചക്കാരൻ. ഇത്രയും നേരം എൻ്റെ മെനക്കെടുത്തിയെന്ന് മാത്രമല്ല, കാശെടുത്ത് കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് പിന്നാക്കം പോയി കളഞ്ഞു. എന്തൊരു തെമ്മാടിയാണ് ഇയാൾ എന്ന മട്ടിൽ മനസ്സിൽ ഇയാൾ പിറുപിറുത്തു. അപ്പോഴാണ് സത്യത്തിൽ ആദ്യമായിട്ട് ഈ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നത്. ചായ കൊണ്ടുവന്ന ആ ട്രേ ആ വൃദ്ധൻ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, സർ, എൻ്റെ മകൻ മരിച്ചു. യൂണിവേഴ്സിറ്റിയുടെ എൻട്രി ഗേറ്റിനടുത്ത് നടന്ന സ്ഫോടനമില്ലേ, അതിൽ അവൻ മരിച്ചുപോയി. അവൻ്റെ ശരീരഭാഗങ്ങളെല്ലാം ചിന്നിച്ചിതറിപ്പോയി സർ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും മാനേജറുടെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. ഒരു വേള അത് നിലച്ചു പോകുമെന്ന് തോന്നിപ്പോയി. അയാളുടെ കൈകൾ തളർന്നു. നീട്ടിപ്പിടിച്ച കറൻസി തുണ്ടുകൾ അയാൾ പോലും അറിയാതെ കയ്യിൽ നിന്ന് പാറി താഴേക്ക് വീണു. അത് തൻ്റെ കാൽ വെള്ളയിൽ വന്ന് പതിക്കുന്നതിന് മുമ്പ് തന്നെ പതിവ് പോലെ ആ വൃദ്ധൻ സാവകാശം മൗനിയായി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു നിമിഷത്തേക്ക് മാനേജർ സ്തബ്ധനായി കസേരയിൽ വന്നിരുന്നു. ഇനി ഒരു മീറ്റിങ്ങിനും പോകേണ്ടതില്ല എന്നയാൾ തീരുമാനിച്ചു പോയി. ഇത്രയേ ഉള്ളൂ കഥ. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന മനുഷ്യരോട് അവരുടെ മുഖഭാവത്തിൽ നിന്ന്, അവരുടെ ശരീരഭാഷയിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൻ്റെ താളത്തുടിപ്പുകൾ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അവരോട് പെരുമാറുന്നത് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ഉണ്ടാക്കിയേക്കാം എന്നൊരു പാഠം നമുക്ക് ഈ കഥ നൽകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വല്ലാതെ നീണ്ടുപോകും. നമുക്ക് ഇതിൻ്റെ കാത്തിബിലേക്ക് വരാം. ത്വാലിബ് മഹ്മൂദ് റഫായി എന്നോ റിഫായി എന്നൊക്കെ വായിച്ചോളൂ, കുഴപ്പമില്ല. കാത്തിബുൻ കുവൈത്തിയുൻ മിൻ മവാലിദ് ആഷർ മായു 1958. ഈ ഡേറ്റിൽ കുവൈത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഹസല അല ബക്കാലൂജുസ് ഹൻദസ് അൽ മദനിയ മിൻ ജാമിയത്തെ കുവൈറ്റ്സ് 1982. 1982 കുവൈത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട്. വബ്തദ മസീറത്തുൽ ഇബ്ദാഇയ ഖാസൻ വരിവായിയൻ മുൻദു മുൻതസിഫ് സബഈനാത്ത് അൽ ഖർനിൽ 20ാം നൂറ്റാണ്ടിൽ 70കളുടെ മധ്യത്തോടുകൂടി കഥാകൃത്തും നോവലിസ്റ്റുമായി അദ്ദേഹം തൻ്റെ സർഗാത്മക യാത്ര ആരംഭിച്ചു. വനഷർ അദദൻ മിനൽ മജ്മൂആത്തുൽ ഖസസിയ്യ വരിവായാത്ത് അഷ്ഷഹീറ മിസ്ല ളില്ലു ഷംസ്, റായിഹത്തുൽ ബഹർ, അസ്സൗബ്, ഫിൽ ഹുന, ഇങ്ങനെ തുടങ്ങി പല പ്രസിദ്ധമായ നോവലുകളും കഥകളുമെല്ലാം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. നാല ജായിദത്തു ദൗല ഫിൽ അദ്ബ് ബിൽ കുവൈറ്റ് ആം 2002 ആൻഡ് റായിഹത്തുൽ ബഹർ. റായിഹത്തുൽ ബഹർ എന്ന നോവലിന് 2002 കുവൈത്തിലെ ദേശീയ അവാർഡും കൂടി അദ്ദേഹം നേടി. വക്കാന റയീസ് ലജ്നത്ത് തഹ്കീമിൽ ജായിസ അൽ ആലമിയ ലി റിവായത്തുൽ അറബിയ ബുക്കർ, അതായത് ലോകപ്രസിദ്ധമായ ബുക്കർ പ്രൈസ് ഉണ്ടല്ലോ, അതിൽ അറബ് നോവലുകൾക്ക് ആഗോളതലത്തിൽ തന്നെ പ്രത്യേകമായി നൽകിക്കൊണ്ടിരുന്ന അവാർഡിൻ്റെ ജൂറി പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അത് 2010. അസ്സസ വ യുദീർ അൽ മുൽത്തഖ സഖാഫി ഫി കുവൈത്ത് മുൻദു 2012. 2012 മുതൽ കുവൈത്തിൽ ഒരു സാംസ്കാരിക ഫോറം അൽ മുൽത്തഖ സഖാഫി സ്ഥാപിക്കുകയും അതിനെ നയിക്കുകയും ചെയ്തു വരുന്നുണ്ട്. വഅതുലക ജായിസത്ത് അൽ മുൽത്തഖ ലിൽ ഖിസ്സ അൽ ഖസീറ അൽ അറബിയ ആം 2015. 2015 മുതൽ അറബ് ഷോർട്ട് സ്റ്റോറികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അവാർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വയുദരിസു മാദത്തൽ കിതാബ അൽ ഇബ്ദാഇയ ഫിൽ ജാമിയത്തുൽ അമരീക്കിയ ഫി കുവൈത്ത്. കുവൈത്തിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ
ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുകയാണ് ഇദ്ദേഹം. കൂടാതെ വതുർജിമത്ത് ബഅദു അഅമാലിഹി ഇലൽ ലുആത്ത് അൽ ഇൻജിലീസിയ വൽ ഫറൻസിയ വൽ അൽമാനിയ. അദ്ദേഹത്തിൻ്റെ പല കൃതികളും ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഓഥറെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്തത് കഥയുടെ പ്ലോട്ടിലേക്ക് വരാം. ഒരു വൺ ലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഖിസ്സത്തുൻ തതനാവലു മുദീറൻ ഖാസിയൻ. ഇവിടെ ഒരു പരുക്കനായ ഒരു മാനേജറെയാണ് കഥ കൈകാര്യം ചെയ്യുന്നത്. യുവാജിഹു മഅസാതൻ കശഫഹ ലഹു ആമിലു ഷായ് അൽ അജൂസ് ബിസ്വമത്തിൻ. വൃദ്ധനും ദുർബലനുമായ ഒരു ചായക്കാരൻ തൻ്റെ മൗനത്തിലൂടെ ഈ മാനേജർക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്ന ഒരു ദുരന്ത കഥയാണ് ഈ ഷോർട്ട് സ്റ്റോറിയിലുള്ളത്. ഒറ്റവാചകത്തിൽ പറഞ്ഞാണ്. നമുക്കിതിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടിട്ട് കഥയുടെ സമ്മറിയിലേക്ക് പോകാം. 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് അൽ മുദീർ അഥവാ ദ മാനേജർ. ഷഖ്സിയത്തുൻ മർക്കസിയത്തുൻ ഫിൽ ഖിസ്സ. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അദ്ദേഹം. യുസവർ വല അന്നഹു റജുലുൻ മഷ്ഗൂലുൻ വ മുതവത്തിറുൻ. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ഒരാളാണ്. യുആനി മിൻ ളഅത്തിൽ അമലി വൽ ഇജ്തിമാഅത്തിൽ ആജില. അടിയന്തിരമായ മീറ്റിങ്ങുകളും ജോലി തിരക്കുകളൊക്കെ കാരണം അദ്ദേഹം വളരെ സമ്മർദ്ദത്തിലായിരുന്നു. യബ്ദു ഖലീല സ്വബരി വ മുതഅജ്രിഫൻ ഫി തആമുലിഹി മഅൽ മുഅല്ലിഫീൻ. എപ്പോഴും തിരക്കിട്ട ഒരു വ്യക്തിത്വം എന്ന നിലക്ക് തന്നെ ജീവനക്കാരോടൊക്കെയും അദ്ദേഹം ക്ഷമയില്ലാതെയും ഒരിത്തിരി അഹങ്കാരത്തോടും കൂടിയായിരുന്നു പെരുമാറിയിരുന്നത്. ഖാസത്തൻ ഉലായിക ലദീന യഅതബിറുഹും അഖല്ല ശഅനൻ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെക്കാളും നിലവാരം കുറഞ്ഞ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ഒക്കെ കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരോട് അദ്ദേഹം കുറച്ച് പരുക്കമായി ക്ഷമയില്ലാതെ ഒക്കെ പെരുമാറുമായിരുന്നു. യൻഫിറുമിൻ മുഖാലത്തത്തിൽ ഉമാൽ അൽ ബായിസീൻ. അദ്ദേഹത്തിന് ഈ ദുരിതം നിറഞ്ഞ ജീവനക്കാരുമായിട്ട് ഇടപഴകാൻ തന്നെ ഇഷ്ടമായിരുന്നില്ല. വയഖ്ഷ ത്വലബാതിഹിം അല്ലത്തി ലാ തൻതഹി. ഒരിക്കലും അവസാനിക്കാത്ത അവരുടെ ആവശ്യകതകൾ അത് ഇദ്ദേഹത്തെ ഭയപ്പെടുത്തുമായിരുന്നു. യുജസ്സിദുൽ ജാനിബ് അൽ അമലി വൽ മാദിയ ലിൽ ഹയാത്ത്. ജീവിതത്തിലെ പ്രായോഗികവും ഭൗതികമായ ഒരു വശത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതായത് ഒരു പ്രാഗ്മാറ്റിക് ആണെന്ന് പറയാം. ഒഫിൽ ബിദായ തുടക്കത്തിൽ യുൽഹിറു ഖില്ലത തആതുഫിൻ മഅ മശാഇരിൽ ആഖിരീൻ. മറ്റുള്ളവരുടെ ഇമോഷൻസിനോട് യാതൊരു സഹാനുഭൂതിയും ഇല്ലാത്ത വളരെ കുറഞ്ഞ ഒരാൾ എന്ന നിലക്കാണ് കാണുന്നത്. എന്നാൽ ലാക്കിന്നഹു അവസാനത്തിലേക്ക് വരുമ്പോൾ യമുറു ബി തഹവുലിൻ മുഫാജിഇൻ വസ്വാദിമിൻ. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രകടമായ ചില മാറ്റങ്ങൾ നമുക്ക് കാണാം. ഇന്ദ ഇക്തിഷാഫി ഹഖീഖത്തി മഅസാത്തി ആമിലി ഷായ്. ആ ചായക്കാരൻ്റെ ദുരന്ത കഥ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം വെളിപ്പെട്ടതിന് ശേഷം ഈ മാനേജറിൽ ചില മാറ്റങ്ങൾ എന്തായാലും നമുക്ക് കാണാവുന്നതാണ്. അടുത്ത കക്ഷി ആമിലു ഷായ് അൽ അജൂസ് അല്ലെങ്കിൽ റജുലു ഷായ് അൽ അജൂസ്. ദുർബലനായ അല്ലെങ്കിൽ വൃദ്ധനായ ആ ടീ വെൻഡറെ കുറിച്ചാണ് പറയുന്നത്. യുമസ്സിലു ഷഖ്സിയത്തൻ ഹാദിഅത്തൻ വസ്വാമിത്തൻ. വളരെ ശാന്തനും നിശബ്ദനുമായ ഒരു കഥാപാത്രം. എത്താദ അല അദാഇ അമലിഹി അൽ യൗമിയ ദൂന അൻ യൽഫിത് അൽ ഇന്തിബാഹ്. മറ്റുള്ളവർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തൻ്റെ ഡെയിലി വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. യത്തസിമു ബിസ്സബ്രി ഷദീദ് വൽ കറാമ. പക്ഷേ അദ്ദേഹം അങ്ങേയറ്റം ക്ഷമയും അന്തസ്സുമുള്ള ഒരാളാണ്. ബിർ റഗ്മി മിൻ മൽഹരിഹി അൽ മഖ്ദൂദ് വ തജാഇദ് വജ്ഹി. രൂപം ക്ഷീണിതമാണ്, മുഖം ചുക്കിച്ചുളിഞ്ഞതാണ്. അങ്ങനെയൊക്കെ ഇരിക്കെ തന്നെയും അന്തസ്സും നല്ല ക്ഷമ സഹനശീലവുമൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഫിൽ ബിദായ തുടക്കത്തിൽ യതറദ്ദദു ഫിൽ കലാം. അദ്ദേഹം സംസാരങ്ങ തപ്പിത്തടഞ്ഞു നിൽക്കുവാണ്. വയുബ്തിഉ ഫിത് തഅബീരി അൻ ഖസ്ദിഹി. തൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്താൻ സാധിക്കാതെ അതിങ്ങനെ അവധാനതയിൽ മന്ദഗതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. മിമ യുസീറു ഗളബൽ മുദീർ. അത് തന്നെ ആ മാനേജർക്ക് ദേഷ്യം പിടിക്കാൻ കാരണമായി തീരുന്നുമുണ്ട്. അതേസമയം വഹുവ യഹ്മിലു ഫി ദാഖിലിഹി മഅസാതൻ കബീറ. തൻ്റെ ഉള്ളിൽ ഭയാനകമായ ഒരു ദുരിതം പേറി നടക്കുകയാണ് അദ്ദേഹം. വകാരിസതൻ ഷഖ്സിയതൻ അമീഖ തതഅല്ലഖു ബി ഇബ്നി. തൻ്റെ മകനുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിലുള്ള വ്യക്തിപരമായ ദുരന്തമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. ഫി ലഹ്ലത്തിൻ ഹാസിമ. എന്നാൽ ഒരു നിർണായക നിമിഷത്തിൽ ഇന്ദമാ യുക്ഷഫു ദാലിക്. ആ ദുരന്തം അല്ലെങ്കിൽ ദുരിതം അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ യതഗയ്യറു മസാറുൽ ഖിസ്സ വ വിജ്ഹത്തു നദറിൽ മുദീർ. കഥയുടെ ഗതിയും മാനേജറുടെ കാഴ്ചപ്പാടും എല്ലാം ആ നിമിഷത്തിൽ മാറിപ്പോയി. ഹുവ റംസുൻ ലിൽ ആലമി സ്വാമിത് വൽ മശാഇരിൽ ഇൻസാനിയ. അദ്ദേഹം നിശബ്ദമായ വേദനകളുടെയും മാനുഷികമായ വികാരങ്ങളുടെയും പ്രതീകമാണ്. അല്ലത്തി ഖദ് തുഹ്മലു ഫി സഹ്മത്തിൽ ഹയാത്തിൽ യൗമിയ. ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കിൽ അവഗണിക്കപ്പെട്ടേക്കാവുന്ന അത്തരം വേദനകളുടെ ഒരു പ്രതീകമാണ് ഈ കഥാപാത്രം. ശരി, നമുക്ക് ഇനി കഥയുടെ ബ്രീഫ് വിശദീകരണത്തിലേക്ക് പോകാം. മുഖ്തസറുൽ ഖിസ്സ.
ജലസൽ മുദീർ ഫി മക്തബിഹി ഖലിഖൻ. മുദീർ തൻ്റെ ഓഫീസിനകത്ത് ഉത്കണ്ഠയോടുകൂടി ഇരിക്കുകയാണ്. ഫഅജഅഹു ദുഖൂലു ഹാമിൽ ഷായ് അൽ മുസിൻ കആദതിഹി. അപ്പോഴാണ് പതിവ് പോലെ അങ്ങോട്ട് കടന്നു വന്ന ആ ഓൾഡ് മാൻ, ചായക്കാരൻ, അയാൾ ഈ മുദീറിനെ ആശ്ചര്യപ്പെടുത്തിയത്. ലാക്കിനഹു ഹാദിഹിൽ മറ ലം യൻസഹിബ് ബഅദ വദഇൽ ഖഹ്വ. കാര്യം ഇപ്രാവശ്യം ആ കോഫി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഈ കക്ഷി തിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല. വല്ല വാഖിഫൻ, അവിടെ തന്നെ നിൽക്കുവാണ്. മിമ അസാറ ഇസ്തിഗ്റാബൽ മുദീർ അല്ലദീ ഇഅ്താദ അല സ്വംതിഹി. കാര്യം ഇപ്രാവശ്യം മുദീറിന് അതൊരു സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. കാരണം അദ്ദേഹം വളരെ സൈലൻ്റ് ആയിരുന്നല്ലോ നേരത്തെ. വബഅദ തറദ്ദുദിൻ, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഒന്ന് മടിച്ചു നിന്നതിന് ശേഷം ബദ അൽ ആമിൽ യതഹദ്ദസ് അൻ ഇബ്നിഹി, അദ്ദേഹം തൻ്റെ മകനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആര്? ആ വയസ്സായ മനുഷ്യൻ. അദ്ദഖി വൽ മുതഫവ്വിഖ് ഫി കുല്ലിയത്തിൽ ഹന്ദസ. ആ മകൻ വളരെ സ്മാർട്ടാണ്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ മിടുക്കൊക്കെ കാണിച്ചിട്ടുള്ള ഒരാളാണ്. മുഅക്കിദൻ അന്നഹു ഫി സനത്തി സാനിയ, അവൻ സെക്കൻഡ് ഇയറിലാണെന്നും വ അന്നഹു അക്മല സനത്തൽ ഊല ബി തഫവുക്കിൻ, ഒന്നാം വർഷം വളരെ മികച്ച ഗ്രേഡോടുകൂടി പാസ്സായിട്ടുണ്ടെന്നും ഇദ്ദേഹം ഊന്നി പറഞ്ഞു. കാനൽ മുദീറു യുആനി മിൻ ലീക്കിൽ വഖ്ത്. അതേസമയം മുദീർ ആകട്ടെ സമയക്കുറവ് കൊണ്ടിങ്ങനെ ഇടങ്ങാറായി നിൽക്കുകയാണ്. ബിസബബി ഇജ്തിമാഇൻ മുഹിമിൻ, കാര്യം ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. വതൊലബാത്തിൽ മുദീർ അൽ ആം അൽ ജദീദ് അൽ ആജില, പുതിയ വന്ന ജനറൽ മാനേജർ, അയാൾ ധൃതി പിടിച്ച് പല ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാരണം ഒരു പ്രത്യേക ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുദീർ ഉള്ളത്. ലിദാ ലം യകുൻ റാഗിബൻ ഫിൽ ഇസ്തിമാ, അതുകൊണ്ട് തന്നെ ഈ വയസ്സൻ്റെ വർത്തമാനം കേൾക്കാനൊന്നും അയാൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇലാമ എഅ്തബറഹു ഹികായാത്തിൻ സഖീഫ, ഇത്തരം വർത്തമാനങ്ങളെ മുദീർ നോക്കിക്കാണുന്നത് അസംബന്ധ കഥകൾ എന്ന മട്ടിലാണ്. അതുകൊണ്ട് തന്നെ അതിനധികം സമയം ചെലവഴിക്കാനുണ്ടായിരുന്നില്ല. അടുത്ത പാരഗ്രാഫിലേക്ക് വരാം. അബ്ബർ അൽ മുദീർ അൻ ലീഖിഹി ബി വുളൂഹ്, അദ്ദേഹം തൻ്റെ അക്ഷമ വ്യക്തമായി പ്രകടിപ്പിച്ചു. വത്വാലബൽ ആമില ബിൽ ഇസ്ര, വേഗത്തിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആ വയസ്സനോട് ആവശ്യപ്പെട്ടു. മിമ്മ അൽഹറ ബഅൽ ഖജ്ൽ വൽ ഇർതിബാഖ് അല വജ്ഹിൽ ആമിലിൽ മുസിൻ, അത് ആ പ്രായമായ ജോലിക്കാരൻ്റെ മുഖത്ത് അല്പം നാണവും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാക്കി. ഹാവൽ അൽ ആമിൽ ബിൽ ഇൻസിഹാബ്, അപ്പോൾ അയാൾ എന്നാൽ ഞാൻ തിരിച്ചു പോയിട്ട് പിന്നെ വരാം സാറ്, സമയമുള്ളപ്പോൾ വരാം എന്ന മട്ടിൽ തിരിച്ചു പോകാൻ ഒരുങ്ങി. ലാക്കിൻ അൽ മുദീർ അസ്വറ അലൈഹി അൻ യതകല്ലം, പക്ഷേ മുദീർ പറഞ്ഞു തീർത്തിട്ട് പോയാൽ മതി എന്ന് നിർബന്ധിച്ചു. ഫഖററ അൽ ആമിൽ ഹദീസഹു അൻ ഇബ്നിഹി വ മറാഹില ദിറാസതിഹി, അപ്പോഴും ആ മനുഷ്യൻ തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, അവൻ്റെ പഠന നിലവാരത്തെക്കുറിച്ചുമൊക്കെ. എഅ്തഖദൽ മുദീർ അനൽ ആമിൽ യഹ്താജു ഇലാ മുസാഅദത്തിൻ മാലിയ ലി ഇക്മാലി ദിറാസത്തി ഇബ്നിഹി. അപ്പോൾ മുദീറിന് തോന്നുവാണ് മകൻ്റെ പഠനം പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വയസ്സം വന്നിട്ടുണ്ടാവുക എന്ന്. ലിദാലിക മദ്ദ യദഹു ബിബഅദിൽ ഔറാഖിൻ നഖദിയ, അതുകൊണ്ട് തന്നെ കുറച്ച് കറൻസി നോട്ടുകൾ എടുത്തിട്ട് ഇദ്ദേഹം നീട്ടി. ലാക്കിൻ അൽ ആമിൽ റഫൽ അൽ മാൽ, പക്ഷേ ആ പണിക്കാരൻ അത് നിരസിച്ചു കളഞ്ഞു. ബിൻ അലുറത്തിൻ ലം യഫ്ഹം ഹാൽ മുദീർ, ഈ മാനേജർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രത്യേക നോട്ടവും അയാളുടെ മുഖത്തുണ്ടായി. മിമ അസാർ അലബൽ മുദീർ, ഇതാകട്ടെ ആ മാനേജറെ കോപാന്ധനാക്കി മാറ്റി. അല്ലദീ എഅ്തബറഹു ഷഹാദൻ വ ഖലീല അദബ്, ഈ ഒരു അവസ്ഥയിൽ അയാൾ ഉള്ളിൽ പറഞ്ഞു മര്യാദയില്ലാത്ത പിച്ചക്കാരൻ. അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരാം. ഫി ലഹ്ലത്തിൻ സ്വാദിമ, അപ്പോൾ ആ ഒരു ഞെട്ടിക്കുന്ന ഒരു നിമിഷത്തിൽ കശഫൽ ആമിൽ അൻ സബബി മജീഇഹി, ആ വയസ്സൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു. ഖായിലൻ ബിസൗത്തിൻ ഗമീകിൻ വ മുതസദ്ദിഅൻ, വളരെ ആഴവും ഇടറിയതുമായ ശബ്ദത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, മാത വലതി, എൻ്റെ പൊന്നുമോൻ മരിച്ചുപോയി. തനാസറത്ത് അജ്സാ ഉജസദിഹി, അവൻ്റെ ശരീരം ആകെ ചിന്നിച്ചിതറിപ്പോയി. കുർബ മദ്ഖലിൽ ജാമിയ, ജാമിയയുടെ ആ എൻട്രൻസിനടുത്ത് വെച്ച്. ഫി തഫ്ജീറിൽ അഖീർ, ഈ അവസാനമുണ്ടായ സ്ഫോടനത്തിൽ. ഇഹ്തസ്സ ഖൽബുൽ മുദീർ ബി ഉൻഫിൻ, അത് കേട്ടപ്പോഴേക്കും മാനേജറുടെ ഹൃദയം അതിശക്തിയായി മിടിക്കാൻ തുടങ്ങി. വസഖത്തത്തിൽ ഔറാത്തു നഖദിയ മിൻ യദിഹി അലൽ അർൾ, അയാളുടെ കയ്യിൽ നിന്നും ആ കറൻസി നോട്ടുകൾ അറിയാതെ നിലത്തേക്ക് പാറി വീണു. ഖാദർ അൽ ആമിൽ അൽ മുസിൻ അൽ മക്തബ, അപ്പോഴേക്കും ആ വയസ്സൻ ആ റൂം വിട്ടുപോയിരുന്നു. ബി ഹുദൂഇഹി അൽ മുഅ്താദ്, തൻ്റെ പതിവ് ശാന്തതയോടുകൂടി. താരിക്കൻ അൽ മുദീറ ഫി ഹാലത്തിൻ മിന സ്വദമത്തി വൻ നദമിൽ അമീഖ്, ആ മാനേജറെ ആഴത്തിലുള്ള ഞെട്ടലിലും പശ്ചാത്താപത്തിലും ആഴ്ത്തിക്കൊണ്ട്
ആ മനുഷ്യൻ കടന്നുപോയി. ഷഅറ ബഅദഹ, അതിനുശേഷം ഈ മാനേജർക്ക് തോന്നുവാണ് അന്നഹു ലാ യർഗബു ഫീ ഹുളൂരിൽ ഇജ്തിമാ, ആ മീറ്റിങ്ങിൽ ഇനി എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന്. ഇതാണ് കഥ. മതിയല്ലോ. ഇനി അടുത്ത എപ്പിസോഡിൽ ഈ കഥയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ PDF നോട്ട് വേണ്ടുന്നവർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് കടന്നു വരിക, അവിടെ അത് ലഭ്യമാണ്. ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ നന്നാവും എന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.